പോളിടെക്നിക്ക് പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ തന്നെ സ്ഥാപനമുണ്ട്. അതിൻ്റെ പിന്നെ എനിക്ക് തോന്നുന്ന ടൈറ്റിലിൽ മാനേജിംഗ് ഡയറക്ടറും മാനേജറും. പല പ്രവാസികളും നമ്മൾ നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ഫെയിലിയർ ഉണ്ടാവും. അതെ, അതിൻ്റെ കാരണം എന്തായിരിക്കും? അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ കാണുന്ന അറ്റ്മോസ്ഫിയർ അല്ല നാട്ടിലെ അറ്റ്മോസ്ഫിയർ. ഇവിടെ ബിസിനസ് ചെയ്യാൻ ഞാൻ കണ്ടത് കുറച്ചും കൂടെ ഈസിയാണ്. നാട്ടിൽ അങ്ങനെയല്ല. നാട്ടിൽ കുറച്ചും കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒന്ന് തിങ്ക് ചെയ്തിട്ടാണ് ആളുകൾ സ്പെൻഡ് ചെയ്യുക. നമ്മുടെ നാട്ടിലെ ഡിസൈനിങ്ങും ഇവിടുത്തെ ഡിസൈനിങ് കൺസെപ്റ്റും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട്. അവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ വലിയ ഡിസൈനറായിരുന്നു, ശരിക്കും അംഗീകരിക്കപ്പെട്ടൊരു ഡിസൈനറായിരുന്നു. അപ്പോൾ അത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ശരിക്കും നമ്മൾ ചെയ്യുന്ന ഡിസൈൻ അല്ല ലോകത്തിന് വേണ്ട ഡിസൈൻ എന്നുള്ളത് മനസ്സിലായത്. നമ്മൾ ഇപ്പോൾ പ്രവാസിയല്ല, ഒരു സ്ഥിര പ്രവാസിയാകാൻ താല്പര്യമില്ല. നോട്ട് നിരോധനം ശരിക്കും നമ്മുടെ ഇന്ത്യയിലെ ടൂറിസം ഇൻഡസ്ട്രിയെ അപ്പാടെ തകർത്ത് കളഞ്ഞ ഒരു സംഗതിയാണ്. അതിനിടയിൽ നമ്മൾ എന്താണ് ലിവാ സ്പ്രിംഗ് എന്ന് പറഞ്ഞില്ല. ലിവാ സ്പ്രിംഗ് എന്ന് പറയുന്നത് ഒരു വാട്ടർ പ്യൂരിഫിക്കേഷൻ ബ്രാൻഡാണ്. വാട്ടർ പ്യൂരിഫയേഴ്സ് ഉണ്ടാക്കുക, അത് സെല് ചെയ്യുക എന്നുള്ളതാണ്. ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് വിജയം ഉണ്ടാകുക. പെട്ടെന്നൊരു വിജയം ഉണ്ടാവില്ല. ഞാനപ്പോൾ നമ്മളിതുമായിട്ട് പഠിക്കും. 8 വർഷം പ്രവാസിയായിരുന്നു. നാട്ടിൽ പോയി സ്വന്തമായിട്ട് ഒന്നിലധികം ബ്രാൻഡുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അബ്ദുൽ ഹലീമാണ് നമ്മുടെ കൂടെ ലീഡേഴ്സ് ലോഞ്ചിലുള്ളത്. വെൽക്കം. താങ്ക് യു. നിങ്ങൾ നാട്ടിലെവിടെയാണ്? നാട്ടിൽ എൻ്റെ സ്വദേശം തേക്കടിയാണ്. ഇടുക്കി ജില്ലയിൽ തേക്കടി ടൂറിസം ഡെസ്റ്റിനേഷനാണ്. നാഷണൽ പാർക്കൊക്കെ ഉള്ള, പെരിയാർ ടൈഗർ റിസർവ് ഉള്ള സ്ഥലമാണ്. മുല്ലപ്പെരിയാർ ഡാം കൊണ്ട് പ്രശസ്തമാണ്. അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ പ്രകൃതി രമണീയം അല്ലെങ്കിൽ അങ്ങനത്തെ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതെ അതെ. അപ്പോൾ അവിടെ തന്നെ ഒരു ബിസിനസ് സാധ്യത? അവിടെ ബിസിനസ് ഉണ്ട് ഓൾറെഡി. അവിടെ നിന്നാണ് എൻ്റെ ബിസിനസ് ആരംഭം. ശരിക്കും ഞങ്ങൾക്ക് അവിടെ ഒരു എൻ്റെ ഉപ്പയായിട്ട് തുടങ്ങിയ ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഞാൻ പോളിടെക്നിക്കാണ് ഫസ്റ്റ് പഠിച്ചത്. പോളിടെക്നിക്ക് പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ തന്നെ സ്ഥാപനമുണ്ട്. അപ്പോൾ അപ്രതീക്ഷിതമായി അതിൽ നമ്മളൊരു ഓണ്ടർപ്രണറായി മാറി. അതിൽ ആ ഒരു സ്ഥാപനം ചെറുതാകുമ്പോൾ തന്നെ അതിൽ നമ്മളൊരു ഭാഗവാക്കായി. അതിൻ്റെ പിന്നെ എനിക്ക് തോന്നുന്ന ടൈറ്റിലിൽ മാനേജിംഗ് ഡയറക്ടറും മാനേജറും, ചില സ്ഥലത്ത് ഡിസൈനറാവും, ചില സ്ഥലത്ത് പ്രോഗ്രാമറാവും. അങ്ങനെ സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥാപനമായിരുന്നു. നിങ്ങൾ എത്രാമത്തെ വയസ്സിലായിരുന്നു? അതൊരു എൻ്റെ ഒരു 17-ാമത്തെ വയസ്സ് ആ റേഞ്ചിലൊക്കെ ആയിരിക്കും. 2000-ന് മുമ്പാണ്. അപ്പോൾ അതൊരു വലിയ അനുഭവമാണ്. ആ സമയത്ത് തന്നെ അപ്പോൾ അവിടുത്തെ ഈ സ്ഥലത്ത് മറ്റേ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ടോ? ധാരാളം. അതിനോട് ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് കൂടെ തന്നെ നമുക്കൊരു ഇന്റർനെറ്റ് കഫേയും DTP സെന്ററൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡിസൈനിങ് ഒരു ഐഡിയ, ശരിക്കും കമ്പ്യൂട്ടറിൽ നമ്മുടെ നാട്ടിലൊക്കെ ആദ്യമായി MB ഫണ്ടിൽ നിന്ന് കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന ഇത് വരുന്നത്, സ്കൂളിലൊക്കെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം വന്നപ്പോൾ അതിന് ഫസ്റ്റ് ബാച്ചിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നു. അങ്ങനെ ഒരു കമ്പ്യൂട്ടറുമായിട്ടൊരു ഭയങ്കരമായ അറ്റാച്ച്മെന്റ്. അതുകൊണ്ടാണോ അങ്ങനെയാണോ ഈ ഡിസൈനിങ്ങിലേക്ക് മാറി? ഗ്രാഫിക് ഡിസൈനിങ്, വെബ് ഡിസൈനിങ്, അങ്ങനെ ഒരു ജേർണി അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും പ്രോഗ്രാമറുമായിരുന്നു. വിഷ്വൽ ബേസിക് അങ്ങനെയുള്ള പ്രോഗ്രാമിങ്, അത് വെച്ചിട്ട് സോഫ്റ്റ്വെയർ ഒക്കെ കുറേ ആളുകൾക്ക് സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കോളേജിലൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് സ്റ്റുഡൻസിന് പ്രൊജക്റ്റുകൾ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതൊരു നല്ല രസമായിരുന്നു. ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും നോക്കാനില്ലല്ലോ, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സിസ്റ്റത്തെ നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ എൻജോയ് ചെയ്തിരുന്നു. പ്രവാസം അപ്പോൾ ഏത് വയസ്സിലായിരിക്കും? 21-ാമത്തെ വയസ്സെന്നാണ് എൻ്റെ ഓർമ്മ. 21-ാമത്തെ വയസ്സിൽ പ്രവാസിയായി. അപ്രതീക്ഷിതമായിട്ട് പ്രവാസിയായതാണ്. അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്വാഭാവികമായിട്ടുണ്ടായ സ്ട്രഗിള്, നമ്മുടെ കാർഷിക മേഖലയിലൊക്കെ ഉണ്ടായ, ഞങ്ങളൊരു അവിടുത്തെ ടൂറിസം ആണെങ്കിലും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കാർഷിക മേഖലയാണ്. സ്ഥലം എനിക്ക് തോന്നുന്നു ഈ തമിഴ്നാട് ബോർഡറാണ് അല്ലേ? തമിഴ്നാട് ബോർഡറാണ്. കാപ്പി, കുരുമുളക്, ഏലം, ഇതിൻ്റെയൊക്കെ മെയിൻ കേന്ദ്രമാണ്. ഏലത്തിന്റെ പ്രധാന ഒരു വിപണന കേന്ദ്രമാണ് തേക്കടി കുമളി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കാർഷിക വിളകൾക്ക് ഭയങ്കരമായ വില കുറഞ്ഞ സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയി. അങ്ങനെയാണ് ഗൾഫിലേക്ക് വരുന്നത്.
പിന്നെ ഞാൻ വന്നതിന് ശേഷം പിന്നെ ഒരു 2-3 വർഷം അങ്ങനെ അതങ്ങനെ പോയെങ്കിലും പിന്നെ അത് നിലനിർത്തി കൊണ്ടുപോകാൻ ആളില്ലാതെ വന്നപ്പം സ്വാഭാവികമായിട്ടും ഓഫാക്കുകയാണ് ചെയ്തത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫായി. പിന്നെ ഇങ്ങനെ ഇവിടെ വന്നു. ഇവിടെ ഞാൻ ശരിക്കും ഡിസൈനിങ് ഫീൽഡിലേക്കാണ് വന്നത്. ഡിസൈനിങ് ഫീൽഡിൽ ജോയിൻ ചെയ്തപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഡിസൈനിങ്ങും ഇവിടുത്തെ ഡിസൈനിങ് കൺസെപ്റ്റും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മുടെ തലയ്ക്കൊരു വെളിച്ചം കിട്ടിയ, അവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ വലിയ ഡിസൈനർ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അംഗീകരിക്കപ്പെട്ടൊരു ഡിസൈനർ ആയിരുന്നു. അപ്പോൾ അത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ശരിക്കും നമ്മൾ ചെയ്യുന്ന ഡിസൈൻ അല്ല ലോകത്തിന് വേണ്ട ഡിസൈൻ എന്നുള്ളത് മനസ്സിലായത്. നമ്മുടെ നാട്ടിലെ ചെറിയൊരു സ്ഥലത്തിന് വേണ്ട ഡിസൈൻ അല്ലല്ലോ. അപ്പൊ ഇവിടെ വന്നപ്പോൾ ഡിസൈനിങ് ശരിക്കും പറഞ്ഞാൽ ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടി. ഒരു പ്രൈവറ്റ് ഫേമിലാണ് ജോലിക്ക് കയറിയത്. നല്ല രസമായിരുന്നു, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഫുൾ അറബിക്കാർ, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു മലയാളി. പക്ഷെ അവർ നല്ല ഒരു, എൻ്റെ ഓണർ എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യരായിരുന്നു. മുഹമ്മദ് എന്ന് പറഞ്ഞ നീമ IT എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോഴും അദ്ദേഹമായിട്ട് റിലേഷനുണ്ട്. അത് പുള്ളി ശരിക്കും ഡിസൈനിങ് എന്നെ വല്ലാതെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, നല്ലപോലെ പറഞ്ഞു തരുമായിരുന്നു. അവിടെ ശരിക്കും പറഞ്ഞാൽ ഡിസൈനിങ് ഞാൻ പരാജയമാണെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലായ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് അവർ പ്രോഗ്രാമിങ്ങിൽ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. അവർ അതിൻ്റെ സോഫ്റ്റ്വെയർ, ഈ വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡ് ചെയ്യിക്കുന്നത് PHP എന്ന് പറയുന്ന ലാംഗ്വേജിലൊക്കെ ചെയ്യുന്നത് വെളിയിൽ കൊടുത്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏതോ ഒരു പ്രൊജക്റ്റ്, വലിയൊരു പ്രൊജക്റ്റ്, എനിക്ക് തോന്നുന്നു ഈ LIM അങ്ങനെ അതൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏതോ ഒരു പ്രൊജക്റ്റിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇവരുടെ പ്രശ്നം മനസ്സിലാക്കിയപ്പോൾ ഞാനത് അവരോട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ഹാപ്പിയായി. പെട്ടെന്ന് സോൾവ് ചെയ്ത് കൊടുത്തു, ആ പ്രശ്നം പരിഹരിച്ചു കൊടുത്തു. മറ്റേ ഫ്രീലാൻസറെ ഡിപ്പെൻഡ് ചെയ്ത് ബോംബെയിലും കണ്ടൊരു ഫ്രീലാൻസർ കണക്ട് ചെയ്തിട്ടായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. ആ പ്രശ്നം ഒഴിവായി. അതോടുകൂടി എൻ്റെ വിലയും മാറി. അപ്പോൾ നമ്മൾ വലിയ സ്ഥാപനത്തിന് തന്നെ ഒരു ഹൈക്കായി, സ്ഥാപനത്തിന് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായി മാറി. സാലറി ഒക്കെ കൂട്ടി തന്നു. ശരിക്കും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഡബിൾ സാലറി ഒക്കെ ആക്കി തന്നു. ഭയങ്കര ഇതായിരുന്നു, നല്ല ഇതായി. അവിടുന്ന് ബഹ്റൈൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു ചാൻസ് കിട്ടി. അങ്ങനെ ബഹ്റൈൻ യൂണിവേഴ്സിറ്റിയിൽ IT ഡിപ്പാർട്ട്മെന്റിൽ, IT അല്ല ശരിക്കും വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ IT സപ്പോർട്ടായിട്ടാണ് കയറി. അതും ഒരു 2-3 വർഷം. ഇവിടെ റയോട്ട്സ് ഉണ്ടാകുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് അവിടുന്ന് എൻ്റെ ബോസായിട്ട് വരുന്ന, എൻ്റെ HOD ആയിട്ട് വരുന്ന ആള് മിനിസ്റ്ററിൻ്റെ അഡ്വൈസറായിട്ട് മാറി, ഇൻഫർമേഷൻ മിനിസ്റ്ററിൻ്റെ അഡ്വൈസറായിട്ട് മാറി. അപ്പോൾ എന്നോട് അങ്ങോട്ട് വരുന്നത് ചോദിച്ചു. നമ്മൾ ഓൾവേസ് വെൽക്കം, നല്ലൊരു ചാൻസ് ആണല്ലോ. അപ്പം അങ്ങനെ അതിലേക്ക് മാറുകയാണ് ചെയ്തത്. അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു പൊസിഷൻ, ഭയങ്കരമായിട്ടുള്ള ഒരു ഇതായിരുന്നു. അതൊരു മിനിസ്റ്ററിന്റെ പേഴ്സണൽ IT അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള പൊസിഷനിലേക്കാണ്, അവരുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് മാറി. അത് നമുക്ക് നാട്ടിൽ സ്വപ്നം കാണാൻ പറ്റാത്തൊരു പോസ്റ്റാണല്ലോ. ഒരു മിനിസ്റ്ററിന്റെ വളരെ കീ പോസ്റ്റായിരുന്നു. അവരുടെ എല്ലാ പത്രസമ്മേളനങ്ങളും, അത് അവർക്ക് ആവശ്യമുള്ള IT സെറ്റപ്പുകളെല്ലാം ചെയ്ത് കൊടുക്കുക, പത്രസമ്മേളനങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ നല്ലൊരു രസമുള്ളൊരു പരിപാടിയായിരുന്നു അത്. പിന്നെ അവിടെ ഒരു 3 വർഷമോ 4 വർഷം കണ്ട് അവർ ആ രീതിയിൽ ജോലി ചെയ്തിരുന്നു. അതിനുശേഷം അവർക്ക് മൊത്തം പ്രവാസത്തിൽ എത്ര വർഷം? ഏകദേശം ഒരു 7-8 വർഷമാണ് പ്രവാസം ഉണ്ടായിരുന്നത്. 2017 ആദ്യത്തോടു കൂടി തിരിച്ചുപോയി. ഇപ്പൊ പ്രവാസിയല്ല. ഒരു സ്ഥിര പ്രവാസിയാകാൻ താല്പര്യമില്ല. ഇപ്പൊ ഇവിടെ വേറെ പ്രൊജക്റ്റ് ആയിട്ട് വന്നതാണ്. ഈ പ്രവാസം നിർത്തി പെട്ടെന്ന് പോകേണ്ടി വന്ന സമയത്ത് മനസ്സിൽ സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ലായിരുന്നു. തിരിച്ചു വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ലൊരു പോസ്റ്റ് കിട്ടിയാൽ, ഞാനിവിടെ ഏകദേശം ഒരു ജോലി കഴിഞ്ഞിട്ട് എനിക്ക് അതിന്റെ പ്രൊസീജിയർ, മിനിസ്ട്രി ആയതുകൊണ്ട് അവർ എന്നെ ലീവ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ കുറച്ച് സമയം ലോങ് എടുത്തു. ഏകദേശം 2 മാസം കൊണ്ടാണ് എന്നെ അവിടുന്ന് അവർ എൻ്റെ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് എൻ്റെ കുറച്ച് പൈസ അങ്ങോട്ട് തരാനുള്ള പൈസ എല്ലാം തന്ന് വിടുന്നത്. അപ്പോൾ ആ 2 മാസം കൊണ്ട് ഞാൻ കുറച്ച് ജോലി നോക്കിയിരുന്നു. പക്ഷേ മിനിസ്ട്രിയിൽ ജോലി ചെയ്യുമ്പോൾ ഉള്ളൊരു ഫെസിലിറ്റി ഏതായാലും ബാക്കിയുള്ളവർക്ക് കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇത് കിട്ടിയില്ല. പിന്നെ ആളുകൾക്കൊരു ഇതുണ്ടല്ലോ, പ്രവാസം അവസാനിപ്പിക്കണമെന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഞാനപ്പോൾ എനിക്കൊരു കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് പോകാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. നാട്ടിൽ ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്ലാങ്ക് ആയിരുന്നു, എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഒരു ഹോം സ്റ്റേ അവിടെ സെറ്റ് ചെയ്തിരുന്നു. ഹോം സ്റ്റേ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിൽ റൺ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലല്ല അങ്ങോട്ട് പോയത്.
അവിടെ പോയി എൻ്റെ അനുജൻ്റെ കൂടെ കൂടി കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാൻ നോക്കി. അതൊന്നും അങ്ങനെ ശരിയായില്ല. അപ്പോഴാണ് ഹോം സ്റ്റേ, അനുജൻ തന്നെയാണ് പറയുന്നത് ഹോം സ്റ്റേ ഏറ്റെടുത്ത് ചെയ്താൽ നല്ലതായിരിക്കും. എനിക്ക് ഓൾറെഡി IT ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഈ കൂടുതലും ഇതിൻ്റെ ഈ ഹോം സ്റ്റേയുടെ ഒക്കെ ടൂറിസം ആയതുകൊണ്ട് ഫുള്ള് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് അതിനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് അനിയനാണ് ശരിക്കും എന്നെ ഉപദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ ഏറ്റെടുക്കായിരുന്നു. അത് ഏറ്റെടുത്തത് നല്ല ബൂമിംഗ് ആയിരുന്നു. പെട്ടെന്ന് നമ്മൾ ശരിക്കും നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസിൽ അത് ചെയ്തു കൊടുത്തതിൻ്റെ ഫലം നമുക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ ലൊക്കേഷനും ഇമ്പോർട്ടൻ്റ്. ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലം അതെ അതെ അതെ. തേക്കടി എന്ന് പറയുന്ന ലൊക്കേഷൻ, അതേപോലെ ഞങ്ങളുടെ വീടിരിക്കുന്ന ലൊക്കേഷനും അതിൻ്റെ ഒരു സെൻട്രൽ പോർഷനിലാണ് നമ്മുടെ വീടിരിക്കുന്നത്. കാലാവസ്ഥ ഒക്കെ ഇപ്പോൾ ധാരാളം മാറിപ്പോയി. ഇപ്പോൾ സങ്കടകരമായ നമുക്കൊക്കെ സങ്കടം വരും. പണ്ടൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഡിസംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയായാലും മഞ്ഞ് മാറൂല. നട്ടുച്ചയ്ക്ക് ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള ഗ്രൗണ്ട് ഞാൻ കാണാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോ മഞ്ഞില്ല, ഭയങ്കരമായ ഇതായി മാറി. അപ്പൊ അതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നൊസ്റ്റാൾജിയ. ഇപ്പൊ മഞ്ഞൊക്കെ വളരെ അപൂർവമായി വരുന്ന ഒരു സംഗതിയായി മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് ഹോം സ്റ്റേയിലേക്ക് വരുന്നത്. ഹോം സ്റ്റേ ഹോസ്പിറ്റാലിറ്റി എൻ്റെ ഒരു പാഷനായി മാറി അതോടുകൂടി. അത് നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളെ നമ്മൾ അവരെ വെൽക്കം ചെയ്യാനും അവരെ ട്രീറ്റ് ചെയ്യാനും അവരുമായിട്ട് ഇൻട്രാക്ഷൻ നടത്താനും അത് ഭയങ്കരമായിട്ടുള്ളൊരു നമുക്ക് ലൈഫിനെ കുറിച്ച് നമുക്ക് ഒരു തെളിച്ചം നൽകുന്ന ഒരു സംഗതി കൂടായി. നല്ല രീതിയിൽ അത് ചെയ്തു പോയി. 2018 ശരിക്കും അതിനൊരു ട്രെയിനിങ് പോയിന്റ് ഉണ്ടാകുന്നത്. അതിനു മുമ്പ് നമ്മുടെ നോട്ട് നിരോധനമൊക്കെ നമ്മൾ കുറെ സ്ട്രഗ്ലിംഗ് ആ ഫീൽഡിൽ വന്നിരുന്നു. നോട്ട് നിരോധനം ശരിക്കും നമ്മുടെ ഇന്ത്യയിലെ ടൂറിസം ഇൻഡസ്ട്രിയെ അപ്പാടെ തകർത്ത് കളഞ്ഞ ഒരു സംഗതിയാണ്. ആളുകൾ ഇന്ത്യ ഒഴിവാക്കാൻ തുടങ്ങി. അവരുടെ ഒരു എന്താ സംഭവിക്കാന്ന് അറിയാൻ പറ്റത്തില്ല. പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. ഇവിടെ എന്താ സംഭവിക്കാന്ന് തന്നെ അടുത്ത ദിവസം ആളുകൾ വരുന്ന മുമ്പ് ഈ നോട്ട് നിരോധനത്തിന് മുമ്പ് നമ്മുടെ മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു സെപ്റ്റംബർ ടു ജനുവരി ഫെബ്രുവരി വരെ കൂടുതലും ഇതാണ് യൂറോപ്യൻസ് ആയിരിക്കും കൂടുതലുണ്ടാകുക. പക്ഷെ യൂറോപ്യൻസ് അതിനുശേഷം ഇന്ത്യ ചൂസ് ചെയ്യാൻ മടി കാണിക്കുന്നതായിട്ട് കാണാം. എന്നുവെച്ചാൽ വാക്കിംഗ് യൂറോപ്യൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മള് ആ പീരീഡ് ഓഫ് ടൈമിലാണോ അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ തന്നെയാണ്? അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ പ്രശ്നം കൂടുകയാണല്ലോ ചെയ്തില്ല. ഇപ്പൊ ശരിക്കും മറ്റുള്ള സെക്യൂരിറ്റി പ്രശ്നങ്ങൾ കൂടെ വന്നു. ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ ഇഷ്യൂസ് മാത്രമല്ല, ഒരു സെക്യൂരിറ്റി ഇഷ്യൂസും കൂടെ ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട് ആളുകൾ. അത് അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ റീഡിങ് അങ്ങനെയാണ്. ഇപ്പൊ ഒരു ഗ്രൂപ്പായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾ മാത്രമാണ് യൂറോപ്പിൽ നിന്നൊക്കെ വരുന്നത്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ട് ടൂറിസ്റ്റുകൾ വന്ന് നമ്മുടെ ഹോം സ്റ്റേയിലൊക്കെ 10-15 ദിവസമൊക്കെ അവർ വന്ന് കിടക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭയങ്കര ലാഭമാണ്. ഒരു യൂറോപ്യൻ വന്ന് താമസിച്ചു കഴിഞ്ഞാല് വാടക റെന്റ് കിട്ടുന്നത് മാത്രമല്ല, അവരുടെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ സ്ഥലം ഉപയോഗിക്കുക. നമ്മുടെ ഉണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെ നല്ല രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും. നല്ല പിന്നെ ബുക്കിംഗ് ഓൺലൈനാണോ? ഓൺലൈനാണ്. അന്നും ഓൺലൈനാണ്, ഇപ്പോഴും ഓൺലൈൻ. അതാണ് ഓൺലൈൻ ഏത് പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾ ചെയ്താണ്? കൂടുതലും അന്ന് ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്ന booking.com എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. അതേപോലെ Airbnb സൈറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ അന്നും ഗൂഗിൾ മാപ്പ് നമ്മളെ വല്ലാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോ കുറച്ചും കൂടെ booking.com ഒക്കെ കൂടുതലും യൂറോപ്യൻസ് ആണ് ഉപയോഗിക്കുക. നമ്മുടെ ഔട്ട് ഓഫ് ഇന്ത്യ ആളുകളാണ് Airbnb booking.com ഒക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ കൂടുതലും മേക്ക് മൈ ട്രിപ്പ്, ഗോയിബിബോ അങ്ങനെയുള്ള ചാനലുകളാണ് കൂടുതൽ ഇന്ത്യൻ ബേസ്ഡ്. അതിൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ വരുന്ന ഇപ്പോഴും റണ്ണിങ് ആണ്. നല്ല വലിയ പ്രശ്നമില്ലാതെ പോകുന്ന കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ഇടയിലൊരു പ്രളയത്തിന് ശേഷം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇച്ചിരി ഗ്യാപ്പ് വന്നു. വല്ലാതെ ഡൗൺ ആയി. ടൂറിസം ഇൻഡസ്ട്രി വല്ലാതെ ഡൗൺ ആയി. ശരിക്കും ഞങ്ങളൊക്കെ വലിയൊരു പ്രൊജക്ട് പ്ലാൻ ചെയ്തതൊക്കെ ഡ്രോപ്പ് ചെയ്തു. അവിടെ തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ റൂംസ് ഒക്കെ എടുക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഡ്രോപ്പ് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ വീണ്ടും റീതിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റ് ടൈമാണ്. അതിൽ നിന്ന് എങ്ങനെയാണ് പിന്നെ നമ്മുടെ ലിവാ സ്പ്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അപ്രതീക്ഷിതമാണ്. 2018 നമ്മളുടെ ഒരു വെള്ളമാണല്ലോ, മൊത്തം വെള്ളമാണ്.
മൊത്തം വെള്ളമാണ്, പക്ഷെ കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയാണ്. ഓക്കെ. അതൊരു നമ്മളെയൊക്കെ വെള്ളം എന്ന് പറയുമ്പോൾ പ്രളയത്തിന്റെ വെള്ളം. പ്രളയത്തിന്റെ വെള്ളം. അതില് 2018 ഇടുക്കിയാണല്ലോ ശരിക്കും പ്രളയത്തിന്റെ മെയിൻ കേന്ദ്രമായിട്ടുണ്ടായിരുന്നു. ആ ഇടുക്കി ഡാം. ടെൻഷനും മറ്റേ അതെ അതെ അതെ. ഡാം തുറന്നു വിട്ടപ്പം ഉം. അതിന്റെ എഫക്റ്റ് മുഴുവൻ ഉണ്ടായത്, ഫസ്റ്റ് എഫക്റ്റ് ഉണ്ടാകുന്ന ഇടുക്കിയിലെ നമ്മുടെ ചെറുതോണിയിലാണല്ലോ ഡാം ഉള്ളത്. ഓ. അതിന്റെ തീരപ്രദേശങ്ങളിലാണ്, അത് പെരിയാറിന്റെ തീരപ്രദേശങ്ങളിലാണ് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്, ഭീകരമായ പ്രശ്നങ്ങൾ ഉണ്ടായി. ശരിക്കും അതിനു മുമ്പ് തന്നെ ആലപ്പുഴയിലൊക്കെ പ്രളയം ഉണ്ടായിരുന്നു. അതിനെനിക്ക് തോന്നുന്നു 1 മാസം മുമ്പൊക്കെ തന്നെ ആലപ്പുഴയിലൊക്കെ പ്രളയം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അപ്പോൾ ഞങ്ങളുടെ അവിടുന്ന് കുമളിയിൽ നിന്നൊക്കെ നമ്മൾ കളക്ഷൻ ചെയ്ത് അവിടെ പൈസയായിട്ടും വെള്ളമായിട്ടും ഒക്കെ പോയിരുന്നു, ഡ്രസ്സൊക്കെ ആയിട്ട് പോയിരുന്നു. അവിടെ ഇങ്ങനെ ആലപ്പുഴയിൽ ഇതിന് പോയപ്പോൾ ആലപ്പുഴ ഇത് ഫുള്ള് വെള്ളമാണ്. വീട് വരെ വെള്ളത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ കണ്ടാൽ ഇവിടെ എങ്ങനെയാണ് ഇവർ വീട് പണിതേ എന്ന് ആലോചിച്ച് പോകുന്ന സിറ്റുവേഷൻ. മൊത്തം വെള്ളമാണ്. ബോട്ടിലാണ് പോകുന്നത്. IRWന്റെ ഒക്കെ കൂടെ ബോട്ടിൽ പോകുന്നു. അപ്പൊ അവിടെ നമ്മൾ പോകുമ്പോ കണ്ട ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ബോട്ടിൽ കൊണ്ടുവരുന്ന ഈ റെസ്ക്യൂ ടീം ഇതേപോലെയുള്ള ആളുകൾ വരുന്ന വെള്ളം, കുടിക്കാൻ വെള്ളം വേണമല്ലോ, ആ സംവിധാനത്തിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ്. ഈ ബോട്ടാണല്ലോ, നിർത്താനും പറ്റൂല. അത് ശരിക്കും ഞങ്ങളുടെ പുറകെ ഓടി വരുന്ന ഒരു സീനൊക്കെ നല്ലപോലെ. ഒരു ചേച്ചി ഒരു ബക്കറ്റോ അങ്ങനെ എന്തോ കുടവോ ഒക്കെ ആയിട്ട് ഈ ബോട്ട് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറേ ദൂരം പോയിട്ടാണല്ലോ ബോട്ട് നിൽക്കുക. അപ്പൊ അതിന്റെ പുറകെ അവർ ഓടി വരുന്ന ഒരു സീനൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മൊത്തം വെള്ളമാണ്, പക്ഷെ കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടിയിട്ടാണ് അവർ ഓടി വരുന്നത്. അപ്പൊ അങ്ങനെ പ്രളയം ശരിക്കും അതിനുശേഷമാണ് എൻ്റെ ഞങ്ങൾ 3 പാർട്ട്നേഴ്സാണ്. അതിൽ ഞാനും ഒരു ഹാരിസൺ സാറുണ്ട്, അടിമാലി സ്വദേശിയാണ്. അദ്ദേഹം ഞങ്ങൾ നേരത്തെ വേറെ ബിസിനസ് ചെയ്യുന്നതാണ്. നേരത്തെ ബിസിനസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു IT ഫേം ഉണ്ടായിരുന്നു. IT ഫേം അത് ഇപ്പോഴും ഇപ്പൊ ശരിക്കും ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാറുണ്ട്. IT നമ്മുടെ ഒരു പാഷനാണ്. ഇപ്പോഴും വെബ്സൈറ്റ് ഡിസൈനിങ് അതൊക്കെ ഞാൻ പലർക്കും ചെയ്തു കൊടുക്കാറുണ്ട്. ഗ്രാഫിക് ഡിസൈനിങ് അതൊരു നമ്മുടെ ഇൻബോൺ സാധനമാണ് ഇപ്പോൾ. അപ്പോൾ അത് ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഇവിടെ ഷബീർ ഹസൻ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ സ്വദേശി, അദ്ദേഹമാണ് ശരിക്കും ഇതിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഈ അതെ, ലിവാസ്പ്രിങ്ങിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് അദ്ദേഹമാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളെ എന്താണ് ലിവാസ്പ്രിങ് എന്ന് പറഞ്ഞില്ല. ലിവാസ്പ്രിങ് എന്ന് പറയുന്നത് ഒരു വാട്ടർ പ്യൂരിഫിക്കേഷൻ ബ്രാൻഡാണ്. വാട്ടർ പ്യൂരിഫയേഴ്സ് ഉണ്ടാക്കുക, അത് സെല് ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും വാട്ടർ പ്യൂരിഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് അല്ല. വാട്ടർ പ്യൂരിഫയർ എന്ന് പറയുന്നത് ഓരോ വെള്ളത്തിനും ഓരോ സ്വഭാവം ഉണ്ടാവും. ആ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള പ്യൂരിഫയേഴ്സ് നമ്മൾ കസ്റ്റമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കലാണ്. അതാണ് വേണ്ടത്. ഓരോ വെള്ളത്തിനെന്ന് പറയുമ്പോൾ ഓരോ പ്രദേശത്തല്ല, ഓരോ കിണറിനും വ്യത്യാസം ഉണ്ടാവും. തൊട്ടിപ്പോ എൻ്റെ വീടും നിന്റെ വീടും അടുത്താണെങ്കിൽ എൻ്റെ കിണറ്റിലുള്ള പ്രശ്നമായിരിക്കത്തില്ല നിന്റെ കിണറ്റിലുണ്ടാകുക. അത് ഡിഫറെന്റ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇവിടെ നമ്മളിപ്പോ പ്രവാസത്തിൽ ഇപ്പൊ ബഹ്റൈനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം സപ്ലൈ ചെയ്യുന്നത് വേറെ സിസ്റ്റമാണ്. ഓരോരുത്തർക്കും ഓരോ കിണറില്ലല്ലോ. നമ്മുടെ നാട്ടിലാന്ന് തോന്നുന്നു ഇത്രയും കിണറുള്ളത്. കേരളത്തിലായിരിക്കും എനിക്ക് തോന്നുന്നു ഇത്രയും കിണറുള്ളത് വേറെ എവിടെ ഉണ്ടാവില്ല. പക്ഷെ അത്രയും കിണറുള്ളതാണ് നിങ്ങൾ ഈ പ്യൂരിഫിക്കേഷൻ വേണമെന്ന് പറയുന്നത്. ഉറപ്പായിട്ടും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ടോയ്ലറ്റ്സും ഉണ്ടാവും, അത്രയും സെപ്റ്റിക് ടാങ്കുകളും ഉണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത്, കിണർ എന്ന് പറയുന്നത് നമ്മൾ ഓപ്പൺ വെൽ എന്ന് പറയുന്നത് വെള്ളം മണ്ണിലൂടെ അരിച്ചാണ് വരുന്നത്. മണ്ണാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ശുദ്ധീകരണ വസ്തു. ഏറ്റവും നല്ല പ്യൂരിഫയർ എന്ന് പറയുന്നത് ശരിക്കും മണ്ണാണ്. മണ്ണിലൂടെ അരിച്ചു വരാനുള്ള സാധ്യത നമ്മൾ കളഞ്ഞിട്ട് നമ്മൾ നേരെ ബോർവെൽ കൺസെപ്റ്റിലേക്ക് വന്നു. നമ്മൾ നേരെ അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സിലേക്കാണ് പോകുന്നത്. അത് ശരിക്കും പ്യൂരിഫൈ ചെയ്ത വെള്ളമല്ല, ഫിൽട്രേഷൻ ചെയ്യാത്ത, മണ്ണിലൂടെ ഫിൽട്ടർ ചെയ്ത് വരാത്ത വെള്ളമാണ്. അതേപോലെ എയർ സൂര്യപ്രകാശം, അതുപോലെ എയർ നമ്മുടെ ഓക്സിജനുമായിട്ട് ഇതാകുമ്പോൾ കുറേ സാധനങ്ങൾ ഓക്സിഡൈസ് ആയി പോകും. അപ്പം അയൺ കണ്ടന്റ് ഉണ്ടാവും വെള്ളത്തിൽ. സ്വാഭാവികമായിട്ടും മണ്ണിൽ അയൺ കണ്ടന്റ് ഉണ്ടാവും. അയൺ കണ്ടന്റ് ഈ ഓക്സിജനുമായിട്ട് കമ്പൈൻഡ് ആകുമ്പോൾ ഫെറിക് ആയിട്ട് മാറും, തുരുമ്പായിട്ട് മാറും. അത് സെറ്റിൽ ഡൗൺ ആവും. അതിനുള്ള സാധ്യത നമ്മൾ കൊടുക്കുന്നില്ല. എയറുമായിട്ട് സമ്പർക്കം ചെയ്യാനുള്ളൊരു സാധ്യത കൊടുക്കുന്നില്ല. അപ്പം മിക്കവാറും നമ്മുടെ കേരളത്തിലെ ഭൂരിഭാഗം വാട്ടർ സോഴ്സിലും ഉള്ളൊരു പ്രശ്നം അയണിന്റെ പ്രശ്നമാണ്. നമ്മൾ അതിന് പല ഓരെന്ന് പറയും. കുറവാണോ കൂടുതലായിരിക്കും അയൺ കൂടുതലായിരിക്കും. പിന്നെ പ്യൂരിഫിക്കേഷനിൽ അതൊക്കെ നമ്മൾ കവർ ചെയ്യും. അപ്പൊ ആ വെള്ളം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. വെള്ളം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ശരിക്കും ചെയ്യേണ്ടത്. ഒരു ഇതിന് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കാണുന്ന പ്യൂരിഫിക്കേഷൻ സിസ്റ്റമാണ്. എല്ലായിടത്തും നമ്മൾ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന റിവേഴ്സ് ഓസ്മോസിസ് സിസ്റ്റമാണ്.
ഈ ആർ ഒ പ്യൂരിഫയർ നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് ആർ ഒ പ്യൂരിഫയർ ആണ് ഉപയോഗിക്കുക. ആർ ഒ പ്യൂരിഫയറിന് കുറേ പ്രശ്നങ്ങളുണ്ട്. നന്മയുണ്ട്, തിന്മയുണ്ട്. ചില കെമിക്കൽ പ്രശ്നങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ആർ ഒ പ്യൂരിഫയർ തന്നെ ഉപയോഗിക്കണം. വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് പോകണമെങ്കിൽ ആർ ഒ പ്യൂരിഫയർ തന്നെ ഉപയോഗിക്കണം. പക്ഷെ ആർ ഒ പ്യൂരിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വെള്ളത്തിൽ വളരെ സോഫ്റ്റ് വാട്ടറാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ആർ ഒ പ്യൂരിഫയർ വലിയ പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ വെള്ളം കുറച്ചും കൂടെ സോഫ്റ്റാണ്. പക്ഷെ വെള്ളത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ കണ്ടന്റ് കൂടുതലോ അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ ബാക്ടീരിയ പ്രശ്നമാണ്. ഈ പ്രശ്നം മാത്രം ഒഴിവാക്കിയാൽ മതിയോ? അതിന് പകരം ആർ ഒ പ്യൂരിഫയർ ഉപയോഗിച്ചാൽ വെള്ളത്തിലെ പരമാവധി മിനറൽസും എടുത്തു കളയും. വെള്ളത്തിലുള്ള നമുക്ക് ആവശ്യമുള്ള ചില സാധനങ്ങളുണ്ട്, അതും കൂടെ എടുത്തു കളയും. അത് നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യും. അപ്പൊ കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ ആണ് ഓരോ സ്ഥലത്തേക്കും ഓരോ രീതിയിലുള്ളത് വേണ്ടത്. അതെ അതെ. അപ്പൊ ഈ പിന്നെ പ്യൂരിഫിക്കേഷൻ സപ്ലൈ, പ്യൂരിഫയർ സപ്ലൈ ആണ് മെയിൻ. അതെ അതെ അതെ. അത് പിന്നെ B2B ആണോ B2C ആണോ? നമ്മളിപ്പോൾ കുറച്ച് കൂടുതൽ B2C ആണ്. നമ്മൾ ഫ്രാഞ്ചൈസികൾ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രാഞ്ചൈസി കൺസെപ്റ്റിന് കുറേ പ്രശ്നങ്ങളുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ അത്രയും യുണീക്ക്നെസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല വാട്ടർ പ്യൂരിഫയർ എന്ന് പറയുന്നത്. ലിവാ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ്? അതെ അതെ, നമ്മുടെ സ്വന്തം ബ്രാൻഡാണ്. അപ്പൊ അതില് പിന്നെ ഈ പ്യൂരിഫയർ ഉണ്ട്, അത് B2C ആയിട്ട്. അത് എവിടെയൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്? നമ്മുടെ ഹെഡ് ഓഫീസ് ശരിക്കും ഇപ്പം ഞങ്ങൾ കാക്കനാടാണ് നമ്മുടെ ഹെഡ് ഓഫീസ്. തൃശ്ശൂരായിരുന്നു ഇതുവരെ, തൃശ്ശൂരായിരുന്നു ഹെഡ് ഓഫീസ് ഉണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് തൃശ്ശൂർ, കാക്കനാട്, അതേപോലെ ഇടുക്കി ഡിസ്ട്രിക്റ്റ്, ഓൾ ഓവർ കേരള നമ്മൾ ചെയ്യുന്നുണ്ട്. വേറെ കാര്യത്തിൽ ചോദിക്കുകയാണ്, രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പ്രവാസി, നിങ്ങളൊരു പ്രവാസിയായിരുന്നു, ഏകദേശം എത്ര വർഷം? 8-9 വർഷത്തോളം പ്രവാസി. അതിനുശേഷം ഇപ്പൊ ഒരു 8-9 വർഷമായിട്ട് പ്രവാസി അല്ല. പല പ്രവാസികളും നമ്മൾ നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ഫെയിലിയർ ഉണ്ടാവും. അതിന്റെ കാരണം എന്തായിരിക്കും? അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ കാണുന്ന അറ്റ്മോസ്ഫിയർ അല്ല നാട്ടിലെ അറ്റ്മോസ്ഫിയർ. ഇവിടെ ബിസിനസ് ചെയ്യാൻ ഞാൻ കണ്ടത് കുറച്ചും കൂടെ ഈസിയാണ്. പൈസ സ്പെൻഡ് ചെയ്യാൻ അവർക്ക് അത്ര മടിയുണ്ടാവില്ല. പക്ഷേ നാട്ടിൽ അങ്ങനെയല്ല. നാട്ടിൽ കുറച്ചും കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒന്ന് തിങ്ക് ചെയ്തിട്ടാണ് ആളുകൾ സ്പെൻഡ് ചെയ്യുക. എന്ത് സ്പെൻഡ് ചെയ്യുന്നു, ഈ വർത്തുണ്ടോ, അതിൽ പൈസ കുറഞ്ഞ സാധനങ്ങളുണ്ടോ എന്നൊക്കെ നല്ല രീതിയിൽ അന്വേഷിച്ചതിന് ശേഷമാണ് ആളുകൾ സ്പെൻഡ് ചെയ്യുക. അതേസമയം ബിസിനസ് നാട്ടിൽ കൊണ്ടുനടക്കുന്നതിനുള്ള വേറെ കുറേ നൂലാമാലകളും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് സൈഡ് രജിസ്ട്രേഷൻസ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ. പിന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇതൊരു വലിയ ബിസിനസ്സാണ്. ലിവാ സ്പ്രിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. ഹോം സ്റ്റേ നടത്തുന്ന പോലെ ഈസി ആയിട്ടുള്ളൊരു സംഗതിയല്ല. അപ്പോൾ അതിന് വേണ്ട പഠനം, ഞാൻ MBA ഹോൾഡറാണ്. അതിന് കുറേ തിയറി പഠിച്ചതല്ലാതെ പ്രാക്ടിക്കലി ഒരു ബിസിനസ് എങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ള ഒരു ഇത് നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു സിസ്റ്റം ഉണ്ടാകണം, ഒരു പ്ലാൻ ഉണ്ടാകണം, അതിൻ്റെ ഒരു BC പ്ലാൻ ഒക്കെ വേണമല്ലോ. ആ പ്ലാൻ നമ്മൾ കാണുന്ന പോലുമില്ല. അങ്ങനെ ഒരു സംഭവം തന്നെ ഫെയിലിയർ ആകുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്ത തന്നെയില്ല. അതുമല്ല, അത് എങ്ങനെ വിൻ ചെയ്യണം എന്നുള്ള പ്ലാൻ പോലും ഇല്ല. നമ്മളൊരു ബിസിനസ് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട്, എന്നാൽ ഓക്കെ തുടങ്ങിയേക്കാം, തുടങ്ങൽ തന്നെ. തുടങ്ങിയിട്ടാണ് പഠിക്കുന്നത്. തുടങ്ങുമ്പോൾ ആകെ ശരിക്കും ഞങ്ങളൊക്കെ വലിയ സ്ട്രഗിളിങ് അനുഭവിക്കുന്ന ആളുകളാണ്. ഇപ്പോഴും ശരിക്കും സ്ട്രഗിളിങ് ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ പരാജയപ്പെട്ടു കൊടുക്കാൻ തയ്യാറല്ല. പക്ഷെ കൂടുതൽ ആളുകളും പ്രവാസികളായിട്ടുള്ള ആളുകൾ ആ സ്ട്രഗിളിങ് വരുമ്പം അവരതിനെ ഫേസ് ചെയ്യാൻ മടിക്കും. അവർ അടുത്ത പരിപാടിക്ക് പോവാം. നമ്മൾ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ബിസിനസ്സിൽ, ആ കൺസിസ്റ്റൻസി നിലനിർത്തി പോകുക എന്നുള്ളത് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് വിജയം ഉണ്ടാകുക. പെട്ടെന്നൊരു വിജയം ഉണ്ടാവില്ല. ഞാനപ്പോൾ നമ്മളിതുമായിട്ട് പഠിക്കുമ്പം 1-2 വർഷം കൊണ്ട് വിജയിച്ച ബിസിനസ്സുകളൊക്കെ കുറവാണ്. വളരെ അപൂർവം ബിസിനസ്സുകൾ അപ്രതീക്ഷിതമായി രക്ഷപ്പെട്ടു പോകുന്നതാണ്. ബാക്കി എല്ലാ ബിസിനസ്സുകാരെ എടുത്ത് നോക്കിയാലും അവർ 10-15 വർഷമൊക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പം വിൻ ചെയ്തിട്ടുണ്ടാകും. ഏതോ അർത്ഥത്തിൽ അവരുദ്ദേശിക്കുന്ന ഒരു സക്സസ്സിൽ എത്തിയിട്ടുണ്ടാകുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ 5 വർഷം, ഇപ്പോൾ 6ാമത്തെ വർഷമാണ്. 6ാമത്തെ വർഷത്തിൽ ഈ ബിസിനസ് കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെ വലിയൊരു സക്സസ് ആയിട്ടാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ പ്രവാസം എന്ത് പഠിപ്പിച്ചു എന്ന് ആലോചിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? പ്രവാസമാണ് ശരിക്കും ഞാനാക്കിയതെന്ന് പറയാം. ഏതോ അർത്ഥത്തിൽ എനിക്കൊരു ഒരു പവർ തന്നത് പ്രവാസമാണ്. ശരിക്കും അപ്രതീക്ഷിതമായിട്ടാണ് നാട്ടിൽ എൻ്റെ പെങ്ങൾ അളിയനും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഗൾഫിലേക്ക് വരുന്നത്. ഗൾഫിലേക്ക് വരുമ്പം തന്നെ നമ്മൾ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടൊരു ഫീലിംഗ് ആണ്. ഭയങ്കര ചൂടുള്ളൊരു സമയത്താണ് വരുന്നത്. ആ സ്മെല്ല് എനിക്കിപ്പോഴും ഭയങ്കര ഭീകരമായൊരു സ്മെല്ലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതൊരു
അതൊരു ചൂടത്ത് വന്നിറങ്ങി. പക്ഷെ വന്ന വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി അത് പണ്ടത്തെ വിസ ഇങ്ങനെ കൊടുക്കുന്നൊരു സംവിധാനമാണ്. 10 ദിനാർ എങ്ങാണ്ട് കൊടുക്കണം. അപ്പോൾ 10 ദിനാർ അവിടുന്ന് മാറ്റി അങ്ങനെ കൊടുത്തിട്ടെങ്ങാണ്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ ഒരു മലയാളിയാണ് ഇത് തരുന്നത്. അപ്പോൾ എനിക്കൊരു റിലീഫായി. ഒരു മലയാളിയാണ് വിസ കൊണ്ട് എൻ്റെ കയ്യിൽ തരുന്നത്. 10 ദിനാർ എയർപോർട്ടിൽ നിന്ന്. എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ ഒരു സമാധാനമായി. പിന്നെ വെളിയിലിറങ്ങി പിന്നെ അളിയനും പെങ്ങളും ഉള്ളതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എങ്കിലും പിന്നെ ജോലിയും വീട്ടിൽ നിന്ന് വന്ന് അവിടുന്ന് വിട്ട് വന്ന സ്വാതന്ത്ര്യം പോയല്ലോ. നമ്മൾ ഫുള്ള് അങ്ങനെ പറന്ന് നടന്ന ഒരാൾ പെട്ടെന്ന് ഇവിടെ വരുമ്പോൾ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് വന്നു. പക്ഷെ പ്രവാസം ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ഇവിടുത്തെ KG എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിലായിരുന്നു പിന്നീട് താമസവും കാര്യങ്ങളും ഒക്കെ. അതൊക്കെ വലിയ അനുഭവങ്ങളാണ്. വലിയ കുറേ ഇക്കാക്കന്മാരും അവിടെ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരാൻ മെസ്സും ഷെഫും അങ്ങനെ അവര് ഇവിടെ ശരിക്കും നാട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു മീനിന്റെ കഷ്ണം മാത്രമാണ് കിട്ടുക. ഇവിടെ ഫുൾ മീനാണ് കൊണ്ടുവയ്ക്കുക. ഇപ്പൊ ഫുൾ മീൻ തിന്നാന്ന് പറയുന്നത് നാട്ടിൽ കടൽ പ്രദേശമല്ല. അല്ല, കടൽ പ്രദേശമല്ല. അതുമല്ല മെയിൻ ഞങ്ങളുടെ അവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടാനും ഇല്ല. മീൻ കിട്ടിയാൽ നമ്മളൊരു കൂട്ടുകുടുംബ സംവിധാനത്തിലായതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് കഷ്ണങ്ങളെ കിട്ടത്തുള്ളൂ, പീസേ കിട്ടത്തുള്ളൂ. ലിമിറ്റഡ് ആണ്. ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ പ്രതിസന്ധിയൊക്കെ മാറി സത്യം പറഞ്ഞാൽ. അങ്ങനെ പിന്നെ നമ്മൾ കുറെ മനുഷ്യന്മാരുമായിട്ട് ഒരു ലൊക്കാലിറ്റി അല്ലല്ലോ, പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഫ്രണ്ട്സ്, സുഡാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അവരൊക്കെ നല്ല യമനിൽ നിന്നുള്ള ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെയുള്ള ധാരാളം ആളുകളുടെ കൂട്ടത്തിൽ ജീവിക്കാൻ പറ്റിയതുകൊണ്ടും അവരുടെ സ്ട്രഗ്ലിങ്, അവരുടെ കാര്യങ്ങൾ ഒക്കെ അനുഭവിക്കാനും സാധിച്ചുകൊണ്ട് നമ്മളെ പരുവപ്പെടുത്താൻ പ്രവാസം നല്ല രീതിയിൽ വന്നു. എൻ്റെ ഇടയിൽ മീഡിയ വണ്ണിന്റെ ക്യാമറ, ഫസ്റ്റ് ക്യാമറാമാൻ, ബഹ്റൈനിലെ ആദ്യത്തെ ക്യാമറാമാൻ ആകാനുള്ള ചാൻസ് കിട്ടി. മീഡിയ വണ്ണിന്റെ ഇതുമായിട്ട് പിടിച്ച് നടന്നിട്ടുണ്ടല്ലോ. കുറെ ഉമ്മൻചാണ്ടിക്ക് എന്തോ അവാർഡ് കിട്ടിയിരുന്നു, UN-ന്റെ അവാർഡ്. അതൊക്കെ ഷൂട്ട് ചെയ്തത് ഞാനാണ്. അങ്ങനെ ബഹ്റൈനിൽ. അപ്പോൾ അതൊരു വലിയ അനുഭവമാണ്. മീഡിയ വൺ തുടങ്ങുന്ന സമയത്ത് അതിൽ നമ്മൾ ക്യാമറാമാൻ ആകുകയും ആ സമയത്ത് പറഞ്ഞാൽ ഇപ്പം മൊബൈലിൽ എടുത്തിട്ട് അയച്ചാൽ മതിയല്ലോ. മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഫയലായിരുന്നു. ആ വലിയ ക്യാമറ എനിക്കൊരു ക്രേസ് ആയിരുന്നു, ഭയങ്കര ക്രേസ് ആയിരുന്നു ക്യാമറ ചെയ്യാൻ. ഞാൻ പണ്ടേ ഫോട്ടോഗ്രാഫിയും മൊബൈൽ ഫോട്ടോഗ്രാഫിയും അല്ലാതെ ക്യാമറ ഒക്കെ എടുക്കാൻ എന്തൊക്കെ ക്രേസ് ഉള്ളത്. അതേ രസമാണ്. ഡിസൈനിങ് നമ്മുടെ ഇൻബോൺ സ്കില്ലായിട്ടാണ്. വീഡിയോ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ക്രേസുള്ള സാധനമാണ്. അത് ശരിക്കും ഒരു ഹോബി ആയിട്ട് കൺസിഡർ ചെയ്താലും എനിക്ക് ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ ഒരു പാഷനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ശരിക്കും ഹോസ്പിറ്റാലിറ്റി എന്ന് വെച്ചാൽ ടൂറിസം ഇൻഡസ്ട്രി, ഹോസ്പിറ്റാലിറ്റിയും അഗ്രികൾച്ചറുമാണ്. അതാണ് നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു സാധനം. പക്ഷെ അതിലേക്ക് എത്തിച്ചേരും എന്നാണ് വിചാരിക്കുന്നത്. ഇത്ര സമയം ലീഡേഴ്സ് ലോഞ്ചിൽ വന്ന് സംസാരിച്ച പിന്നെ അലീം, നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരാണ്. നമ്മളിപ്പം പറഞ്ഞ ബ്രാൻഡുകൾ, ഒന്ന് ലിവാ സ്പ്രിങ്, രണ്ടാമത്തെ നീമ ഹോംസ്, പിന്നെന്താണ് നമ്മൾ പറയാത്ത ബിസിനസ് കൺസൾട്ടൻസി ഉണ്ട്. ബിസിനസ് കൺസൾട്ടന്റ് ആണ്. പിന്നെ കുറെ പാഷനും. അതെ. എനിവേ, ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.